നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. വിളയൂർ പഞ്ചായത്തിൽ ബഡ് സ്കൂളിന് കെട്ടിടം ഒരുങ്ങുന്നു. 1.5 കോടിയോളം രൂപ ചെലവഴിച്ച് യാഥാർത്ഥ്യമാകുന്ന പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ മുഹമ്മദ് മോഹസിൻ MLA നേതൃത്വത്തിൽ വിലയിരുത്തി. സംസ്ഥാനത്തെ മികച്ച ബഡ്സ് സ്കൂളിൽ ഒന്നാവാൻ വിളയൂർ ബഡ്സ് സ്കൂൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഭിന്നശേഷി കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസവും പരിശീലനവും ഒരുക്കി പുനരധിവസിപ്പിക്കുക എന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയുടെ ഭാഗമായാണ് വിളയൂർ ബഡ്സ് സ്കൂളിന് സ്വന്തമായ കെട്ടിടം നിർമ്മിക്കുന്നത്. മുഹമ്മദ് മോഹസിൻ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1,50,00,000 രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. 3 ക്ലാസ് മുറികൾ, സെൻസറിംഗ് റൂം, ഓഫീസ് റൂം, പാചകപ്പുര, ഭിന്നശേഷി സൗഹൃദ ടോയ്ലറ്റുകൾ, പരിശീലന പരിപാടികൾക്കുതകുന്ന ഹാൾ എന്നിവയെല്ലാം പുതിയ കെട്ടിടത്തിൽ ഒരുക്കിയിട്ടുണ്ട്. കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ മുഹമ്മദ് മോഹസിൻ MLA നേതൃത്വത്തിൽ വിലയിരുത്തി. എത്രയും പെട്ടെന്ന് തന്നെ കെട്ടിടം തുറന്നു കൊടുക്കുവാനാണ് ലക്ഷ്യമിടുന്നതെന്ന് MLA പറഞ്ഞു. MLAക്കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK ബേബി ഗിരിജ, വൈസ് പ്രസിഡന്റ് KP നൌഫൽ, PK സിന്ധു, മുൻ പഞ്ചായത്ത് അംഗം UK വിജയൻ തുടങ്ങിയവരും ഉണ്ടായിരുന്നു. 1.5 കോടി രൂപയാണ് 2 ഘട്ടമായിട്ട് MLA ഫണ്ടിൽ അനുവദിച്ചത്. ഗ്രാമപഞ്ചായത്ത് അതിന് വേണ്ട സ്ഥലം ഏറ്റെടുത്ത് തന്നു. മറ്റു സ്കൂള് നമുക്കറിയാം, ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾ മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിദ്യാഭ്യാസം, അതുപോലെ പരിശീലനം, അതോടൊപ്പം പുനരധിവാസം, ഇത് മൂന്നും ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കുടുംബശ്രീയുടെയും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന മറ്റു സ്കൂളുകളുടെ പ്രവർത്തനം. അപ്പൊ അത് കാര്യക്ഷമമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പട്ടാമ്പി മണ്ഡലത്തിൽ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ പുനരധിവാസത്തിനും അവരുടെ ട്രെയിനിങ്ങിനും പരിശീലനത്തിനും തൊഴിൽ സാധ്യതകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ബഡ്സ് സ്കൂളുകളെ മികച്ച സൌകര്യങ്ങളാക്കുക എന്ന പ്രയോറിറ്റി നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വിളയൂർ പഞ്ചായത്തിലെ ഈ ബഡ്സ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 3 ക്ലാസ് മുറികൾ, അതോടൊപ്പം തന്നെ സെൻസറി റൂം, ഓഫീസ് റൂം, അതുപോലെ തന്നെ കൌൺസിലിംഗിന് വേണ്ട റൂം അടക്കമുള്ള റൂമുകളെല്ലാം ഇവിടെ സൌകര്യം ചെയ്തിട്ടുണ്ട്. കിച്ചണുണ്ട്, അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്ക് പ്രത്യേകമായിട്ടുള്ള ടോയ്ലറ്റും മറ്റു പൊതുവായിട്ടുള്ള ടോയ്ലറ്റുകളുമുണ്ട്. അതിന്റെ കൂടെ തന്നെ ഒരു കോമൺ ആയിട്ട് കുട്ടികൾക്ക് അവരുടെ കലാപരിപാടികൾ അടക്കമുള്ളത് പ്രകടിപ്പിക്കാനും അതുപോലെ തൊഴിൽ പരിശീലനങ്ങൾ നടത്താനൊക്കെ കഴിയുന്ന രീതിയിലുള്ള ഒരു ഹാള് എന്നുള്ള രീതിയിൽ സംഭവങ്ങൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അനുബന്ധമായി മറ്റുള്ള സൌകര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഒരുങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ബഡ്സ് സ്കൂൾ വല്ലപ്പുഴയിൽ നമ്മുടെ മണ്ഡലത്തിൽ MLA ഫണ്ടിൽ തന്നെ നിർമ്മാണം പൂർത്തീകരിച്ചതാണ്. വൃത്തിയുള്ള പൊതുയിടങ്ങൾ സൃഷ്ടിക്കുന്നതിനായി ഇനി മുതൽ എല്ലാ മാസവും 3ാമത്തെ ശനിയാഴ്ചകളിൽ ജനകീയ ശുചീകരണം നടത്തുമെന്ന് മന്ത്രി MB രാജേഷ് അറിയിച്ചു. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി എല്ലാ മാസവും 3ാമത്തെ ശനിയാഴ്ചകൾ പൊതുയിട ശുചീകരണ ദിവസമായി ആചരിക്കാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മാലിന്യ സംസ്കരണത്തിലും ശുചിത്വ പരിപാലനത്തിലുമെല്ലാം കേരളം കൈവരിക്കുന്ന മാതൃകാപരമായ നേട്ടം സുസ്ഥിരമായി നിലനിർത്തുകയാണ് ജനകീയ ശുചീകരണ പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ മാത്രമല്ല, ക്ലബ്ബുകളുടെയും റെസിഡൻസ് അസോസിയേഷനുകളുടെയും യുവജന സംഘടനകളുടെയും നേതൃത്വത്തിൽ നാടെങ്ങും മാസത്തിലൊരിക്കൽ ജനകീയ ശുചീകരണ യജ്ഞം നടത്തണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. കേരളത്തെ മാലിന്യമുക്തമായി കാത്തുസൂക്ഷിക്കാനുള്ള ഈ പ്രവർത്തനത്തിൽ എല്ലാവരും പങ്കാളികളാകണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. തൃത്താല ബ്ലോക്ക് കോഓപ്പറേറ്റീവ് അർബൻ ക്രെഡിറ്റ് സൊസൈറ്റി ചാലിശ്ശേരിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് നടത്തി. ചാലിശ്ശേരി PP ഓഡിറ്റോറിയത്തിൽ നടന്ന സദസ്സ് മുൻ തൃത്താല MLA VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. പ്രധാനപ്പെട്ട ചടങ്ങ് നമ്മുടെ LSS USS വിജയികളെ അനുമോദിക്കുക എന്നുള്ളതാണ്. നമ്മുടെ മെഡിക്കലും മിടുക്കന്മാരുമായിട്ടുള്ള കുട്ടികൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. ട്രോഫിക്ക് അവിടെ ഇതാണല്ലോ, ഈ തരം ഒരു അനുമോദന പത്രമാണ് നിങ്ങൾക്കായി ഉപഹാരമായിട്ട് ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട നേട്ടമാണ് കേട്ടോ യഥാർത്ഥത്തിൽ. ഞാൻ എല്ലാ വിജയികളെയും അതിൻ്റെ പേരിൽ ഹാർദമായി അഭിനന്ദിക്കുകയാണ്. കാരണം നിങ്ങളെപ്പോലെ എൻ്റെ 2 കുട്ടികളും പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് സർക്കാർ സ്കൂളിലും എയ്ഡഡ് സ്കൂളുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ 2 പേരും സ്കോളർഷിപ്പ് പരീക്ഷകളിൽ വിജയിച്ചവർക്കുള്ള പണം ലഭിക്കാൻ സർക്കാർ കാലതാമസം വരുത്തുന്നതും സ്കൂൾ യൂണിഫോമിന്റെ പണം വൈകിക്കുന്നതും ചൂണ്ടിക്കാട്ടിയ VT ബൽറാം ഇവ സമയബന്ധിതമായി വിതരണം ചെയ്യാൻ സർക്കാർ തയ്യാറാകണമെന്നും കൂട്ടിച്ചേർത്തു. സൊസൈറ്റി പ്രസിഡന്റ് MM സേതുമാധവൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ചാലിശ്ശേരിയിലെ പ്രിയദർശിനി ചാരിറ്റബിൾ സൊസൈറ്റിക്ക് നൽകിയ മെഡിക്കൽ കോട്ട സമ്മാനിച്ചു. പ്രിയദർശിനി ചാരിറ്റബിൾ ട്രസ്റ്റ് ഭാരവാഹികളായ ജലീൽ നരിക്കാട്ടിൽ, കോയ മൈലാടിക്കുന്ന് എന്നിവർ ഏറ്റുവാങ്ങി. ലഹരിക്കെതിരെ ഏകപാത്ര നാടകത്തിലൂടെ ബോധവൽക്കരണം നടത്തുന്ന ഗോപിനാഥ് പാലഞ്ചേരിയെ ആദരിച്ചു. മേഖലയിൽ നിന്ന് USS LSS സ്കോളർഷിപ്പ് പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെ മൊമന്റോ നൽകി അനുമോദിച്ചു. ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ,
മുതിർന്ന കോൺഗ്രസ് നേതാവ് KM ചന്ദ്രശേഖരൻ, പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി, സൊസൈറ്റി ഡയറക്ടർമാരായ ബാവ മാളിയക്കൽ, MM അഹമ്മദുണ്ണി, VK യൂസഫ്, PA ബഷീർ, PK അപ്പുണ്ണി, ഓമന പാലഞ്ചേരി, A കമലം, AV പത്മിനി തുടങ്ങിയവർ സംസാരിച്ചു. വല്ലപ്പുഴ പഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയിൽ നിർമ്മാണം പൂർത്തിയായ വീടുകളുടെ താക്കോൽ കൈമാറ്റം ഞായറാഴ്ച നടക്കും. മന്ത്രി MB രാജേഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുമെന്ന് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച 51 വീടുകളുടെ താക്കോൽ കൈമാറ്റമാണ് നാളെ രാവിലെ 11 മണിക്ക് പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് വെച്ച് നടക്കുക. ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന 130 വീടുകളുടെ ഗുണഭോക്താക്കൾക്കുള്ള ആദ്യ ഗഡു വിതരണവും ചടങ്ങിൽ നടക്കും. മന്ത്രി MB രാജേഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. മുഹമ്മദ് മോസിൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുമെന്നും പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ പട്ടാമ്പിയിൽ വെച്ച് ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് ഗുണഭോക്തൃ ലിസ്റ്റിൽ വരുന്ന ബഹുഭൂരിപക്ഷം ആളുകൾക്കും എഗ്രിമെൻ്റ് വെച്ച് പ്രവർത്തനങ്ങൾ ആരംഭിച്ചതാണ്. 2021 മുതൽ നമ്മളിതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഭരണസമിതി എന്നുള്ള നിലക്ക് ഓരോ വാർഷിക പദ്ധതിക്കകത്തും വളരെ പ്രാധാന്യത്തോടു കൂടെയാണ് വീടില്ലാത്തവന് വീട് അല്ലെങ്കിൽ പാർപ്പിടമില്ലാത്തവൻ്റെ പ്രയാസം മനസ്സിലാക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി അതേ പ്രാധാന്യത്തോടുകൂടി തന്നെ ഗ്രാമപഞ്ചായത്ത് കാണുന്നു. ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ഏകദേശം 154ഓളം പേർക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ എഗ്രിമെൻ്റ് വെച്ച് പ്രവർത്തനം ആരംഭിച്ചിരുന്നു. അതിൽ 51 വീടുകൾ പ്രവർത്തനം പൂർത്തീകരിച്ച് വീടുകൾ താമസയോഗ്യമായിരിക്കുകയാണ്. ഇതിൻ്റെ താക്കോൽദാന ചടങ്ങ് ബഹുമാന്യനായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് അവർ നേരിൽ വന്നുകൊണ്ട് ചെയ്യുകയാണ്. പഞ്ചായത്തിൽ വികസന കാര്യങ്ങളിൽ വലിയ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാർഷിക മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ നടപ്പാക്കാനായി മറ്റു പല മേഖലകളിലും ക്രിയാത്മകമായ ഇടപെടലുകളാണ് നടത്തിവരുന്നതെന്നും അംഗങ്ങൾ സൂചിപ്പിച്ചു. ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി എന്ന നിലയിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഏറ്റവും എടുത്തു പറയാനുള്ളത് ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് അവരുടെ സഹായത്തിനാവശ്യമായ ഉപകരണങ്ങൾ കൊടുക്കാൻ സാധിച്ചു. ഇതിനോടനുബന്ധിച്ച് പറയാനുള്ളത് വല്ലപ്പുഴയിലെ ഒരു വിഭാഗം ആളുകൾ പ്രധാനമായും വീടില്ലാത്ത അവസ്ഥയിൽ അല്ലെങ്കിൽ താമസ സൗകര്യമില്ലാത്ത അവസ്ഥയിൽ ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് നാളെ സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടിയിൽ താക്കോൽദാനം ലൈഫ് പദ്ധതിയിൽ 51ഓളം ആളുകൾക്ക് വീടുകൾക്കുള്ളത് നാളെ കൊടുക്കാനായിട്ട് സാധിക്കും. ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി റോഡുകൾ വെട്ടിപ്പൊളിച്ചത് ഗതാഗത യോഗ്യമാക്കാനുണ്ട്. ഇതിനാവശ്യമായ ഫണ്ട് ലഭ്യമായിട്ടുണ്ട്. നിലവിൽ ഇതിന്റെ പുനർനിർമ്മാണ പ്രവൃത്തികൾ നടപ്പാക്കാൻ പഞ്ചായത്തിന് അനുമതിയില്ല. പഞ്ചായത്തിന് അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് റോഡുകളുടെ തകർച്ച പരിഹരിക്കാനാവുമെന്നും ഇവർ വ്യക്തമാക്കി. വാർത്താ സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ്, വൈസ് പ്രസിഡന്റ് പ്രദീപ സുദീപ്, ഭരണസമിതി അംഗങ്ങളായ CK ബാബു, പറക്കാട് റഫീഖ്, അബ്ദുൾ റഹീം എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. പരതൂർ പഞ്ചായത്തിൽ ഡിലിമിറ്റേഷൻ കമ്മീഷന്റെ ഉത്തരവിനെ മറികടന്ന് 3-ാം വാർഡിന്റെ അതിരുകളിൽ മാറ്റം വരുത്തിയ നടപടിക്കെതിരെ പ്രതിഷേധവുമായി UDF രംഗത്ത്. ഡിലിമിറ്റേഷൻ കമ്മീഷന്റെ ഉത്തരവിനെ മറികടന്ന് മാപ്പിൽ കൃത്രിമം കാണിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും UDF നേതാക്കൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. നടപടി ഉണ്ടായില്ലെങ്കിൽ നിയമ നടപടികളിലേക്ക് കടക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. പരതൂർ ഗ്രാമപഞ്ചായത്തിൽ ഡിലിമിറ്റേഷൻ കമ്മീഷന്റെ ഉത്തരവ് മറികടന്നുകൊണ്ടുള്ള അതിർത്തി പുനർനിർണയമാണ് നടത്തുന്നതെന്നാരോപിച്ചാണ് UDF രംഗത്തെത്തിയിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡിന്റെ അതിർത്തി ഡിലിമിറ്റേഷൻ കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം പുനർനിർണയിച്ചതാണ്. എന്നാൽ ഈ ഉത്തരവിനെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ അതിരുകളിൽ മാറ്റം വരുത്തിയിരിക്കുന്നത്. നിലവിലെ ഉത്തരവ് പ്രകാരം 3-ാം വാർഡിന്റെ കിഴക്ക് അതിർത്തി വള്ളിക്കാട് തോട്, മൂന്നുമൂല, അരണാത്തുപറമ്പ് റോഡ്, ചെമ്പുലങ്ങാട് റോഡ് എന്നതാണ്. എന്നാൽ ഈ ഉത്തരവിനെ മറികടന്ന് അരണാത്തുപറമ്പ്, നാടവറമ്പ് റോഡ്, 4 സെന്റ് കോളനി വഴി വെള്ളച്ചാൽ അതിർത്തിയായാണ് മാപ്പിൽ കാണിച്ചിരിക്കുന്നതെന്നും ഇതിൽ വലിയ തോതിലുള്ള കൃത്രിമത്വമാണ് കാണിച്ചിരിക്കുന്നതെന്നും UDF നേതാക്കൾ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. വാർഡ് വിഭജന സമയത്ത് സെക്രട്ടറിയെ സ്ഥലം മാറ്റി മുതുതല പഞ്ചായത്തിലെ ASന് ചാർജ് കൊടുത്തു. അങ്ങനെ വാർഡ് വിഭജനം നടന്നത്. ആ വിഭജനം നടന്നതിന് ശേഷം സെക്രട്ടറിക്ക് വീണ്ടും ചാർജ് കൊടുത്ത് പഞ്ചായത്തിൽ ജോലിയിൽ കയറി. തുടർന്ന് വന്ന കരട് വിജ്ഞാപനത്തിൽ അപാകതകൾ കണ്ടെത്താനുണ്ടായിരുന്നു. അത് ചൂണ്ടിക്കാട്ടി ഡിലിമിറ്റേഷൻ കമ്മീഷന് പരാതി പോയി. ആ പരാതി അന്വേഷിക്കുന്നതിന് വേണ്ടി RO റിട്ടേണിംഗ് ഓഫീസറെ ചുമതലപ്പെടുത്തി. റിട്ടേണിംഗ് ഓഫീസർ സ്ഥലങ്ങൾ സന്ദർശിച്ച് പരാതിയുടെ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ പറഞ്ഞു,
ഈ പരാതി ക്ലിയറാണ്, വാർഡുകളുടെ അതിരുകളൊന്നും പൂർണ്ണമല്ല എന്ന് റിപ്പോർട്ട് ആർഒ കൊടുക്കുകയുണ്ടായി. അതിനുശേഷം പഞ്ചായത്ത് സെക്രട്ടറിയോട് അതിര് മാറ്റാൻ കമ്മീഷൻ നിർദ്ദേശിച്ചു. കമ്മീഷൻ നിർദ്ദേശത്തിനനുസരിച്ചിട്ട് വാർഡ് ചെറിയ തോതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയുണ്ടായി. അതിനുശേഷം ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഉത്തരവിറക്കി. ഇന്ന ഭാഗത്ത് ഇന്ന അതിര് മാറ്റി വാർഡ് പുനർനിർണയിക്കണം പറഞ്ഞിട്ട് ഉത്തരവ് വന്നു. ആ ഉത്തരവ് കാറ്റിൽ പരത്തിക്കൊണ്ട് അതിന് മറികടന്ന് മറ്റ് മേഖലകളിൽ അതിർത്തി മാറ്റാൻ ചില സെക്രട്ടറിയും അതിലെ ചില താൽക്കാലിക ഉദ്യോഗസ്ഥന്മാരെയും വെച്ച് അത് മാറ്റുകയാണ് ഉണ്ടായത്. ഉന്നതതലത്തിലിരിക്കുന്ന ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇറക്കിയ ഉത്തരവിനെ മറികടന്നുകൊണ്ട് മാപ്പിൽ കൃത്രിമത്വം കാണിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നാണ് UDF പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടത്. അതിർത്തി തിരുത്തി അന്തിമ ഉത്തരവിൽ പറഞ്ഞതുപോലുള്ള അതിർത്തി നിർണ്ണയിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ഉത്തരവിനപ്പുറത്തേക്കുള്ള മാറ്റങ്ങൾ ഈ വാർഡുകളിൽ വരുത്തിയിട്ടുണ്ട്. നമുക്ക് പഞ്ചായത്തിലെ ഓരോ വാർഡുകളെ പരിശോധിച്ചാൽ അറിയാം, 2ാം വാർഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 12-13 വീടുകൾ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. അതിനുശേഷം 13. ഈ വാർഡ് 12 വീടുകൾ എന്ന് പറയുന്നത് 16ാം വാർഡിലാണ് കിടക്കുന്നത്. ആ 16ാം വാർഡും ഈ വീടുകളും യോജിക്കണമെങ്കിൽ പാടം, റെയില് ഉൾപ്പെടെയുള്ളത് കഴിഞ്ഞിട്ട് അപ്പുറത്താണ് ഈ വാർഡിന്റെ ബാക്കി ഭാഗങ്ങൾ കിടക്കുന്നത്. തീർത്തും ക്ലോക്ക് വൈസ് ആണോ എന്ന് ചോദിച്ചാൽ ആണോ എന്ന് നമുക്ക് ഭൂതക്കണ്ണാടി വെച്ച് പരിശോധിക്കേണ്ട അവസ്ഥയാണ്. ആ രീതിയിലാണ് വാർഡുകൾ വിഭജിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിലെ കൃത്യമായി അതിലിടപെടണം. അതിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാവണം എന്ന് തന്നെയാണ് UDF കമ്മിറ്റിയുടെ ആവശ്യം. ഈ നിവേദനവുമായി ഞങ്ങൾ കലക്ടറെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങളുമായി, നിയമ നടപടികളുമായി തന്നെ നമ്മൾ മുന്നോട്ട് പോകും. നടപടി ഉണ്ടാകാത്ത പക്ഷം ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്നും നടപടി ഉണ്ടായില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. കഴിഞ്ഞ 10 കൊല്ലം മുന്നേ വാർഡ് വിഭജിച്ചപ്പോൾ തന്നെ ഇതിന്റെ അശാസ്ത്രീയത ചൂണ്ടിക്കാട്ടുകയും അതിന് അപ്പീൽ കൊടുക്കുകയും ചെയ്യുകയുണ്ടായി. പക്ഷേ അതിൽ യാതൊരു തീരുമാനമില്ലാതെ ജനങ്ങളെ വോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടിക്കുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ഇപ്പോൾ 1ാം വാർഡില് ഏകദേശം 1400ഓളം വോട്ടുകളാണ് ഉള്ളത്. അതേസമയത്ത് 8ാം വാർഡിൽ വെറും 860 വോട്ടുകളാണ് ഉള്ളത്. ഇത്തരം അശാസ്ത്രീയമായ വാർഡ് വിഭജനത്തിനെതിരെയാണ് ഞങ്ങൾ കോടതിയെയും ആദ്യം കലക്ടറെയും തെരഞ്ഞെടുപ്പിന്റെ കമ്മീഷനെയൊക്കെ സമീപിച്ചു. ഇനിയും ഞങ്ങൾക്ക് നീതി ലഭിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ നിയമ നടപടികളിലേക്ക് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. വകുപ്പ് മന്ത്രിയുടെയും CPMന്റെയും ഇടപെടൽ ഇതിന് പിന്നിൽ ഉണ്ടായിട്ടുള്ളതായും നേതാക്കൾ സംശയിക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയാണ് ഇത്തരത്തിലുള്ള കൃത്രിമത്വം കാണിച്ചിരിക്കുന്നതെന്നും UDF നേതാക്കൾ ആരോപിച്ചു. തൊട്ട് പഞ്ചായത്തിൽ നിന്നുള്ള അസിസ്റ്റന്റ് സെക്രട്ടറിയെ പരിതൂർ പഞ്ചായത്തിലെ സെക്രട്ടറിയെ മനഃപൂർവ്വം ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചിട്ടാണ് വാർഡ് വിഭജനം നടത്തിയിട്ടുള്ളത്. പക്ഷെ ആ ഉദ്യോഗസ്ഥനെക്കാളും നല്ലത് അവിടുത്തെ ലോക്കൽ സെക്രട്ടറിയെ ഇത് ഏൽപ്പിക്കുകയായിരുന്നെങ്കിൽ കുറച്ചും കൂടിയും കുറ്റമറ്റ രീതിയിൽ വാർഡ് വിഭജനം നടക്കുമെന്നായിരുന്നു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. അതിനോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തിയും അതുപോലെ ഉദ്യോഗസ്ഥന്മാർ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ഓഫർ ചെയ്തുമാണ് അവിടെ വാർഡ് വിഭജനം നടന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഡിലിമിറ്റേഷൻ കമ്മീഷൻ നിർദ്ദേശിച്ച മാർഗനിർദ്ദേശങ്ങളൊക്കെ മറികടന്നുകൊണ്ട് പാർട്ടി ലോക്കൽ കമ്മിറ്റിയുടെ നിർദ്ദേശാനുസരണം ഉദ്യോഗസ്ഥന്മാർ അവർക്ക് വേണ്ടി വാർഡ് വെട്ടിയിട്ടുള്ളത് എന്നുള്ളത് ഇപ്പോൾ മനസ്സിലാവുന്നത്. വാർത്താ സമ്മേളനത്തിൽ നേതാക്കളായ PP സലീം മുടപ്പക്കാട്, SG നിസാർ, TK നൌഷാദ്, APM സക്കറിയ, രാമദാസ് പരുതൂർ, MP ഹസൻ, റിഷാദ് ബാബു എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. തെരുവ് നായ്ക്കളെ പിടികൂടി ഷെൽട്ടറുകളിലേക്ക് മാറ്റുക, രൂക്ഷമായ തെരുവുനായ ശല്യത്തിന് ശാശ്വതമായ പരിഹാരം കാണുക, പഞ്ചായത്ത് ഭരണസമിതി ഉണർന്ന് പ്രവർത്തിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച PDP കപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കപ്പൂർ പഞ്ചായത്ത് ഭരണസമിതി കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. PDP തൃത്താല മണ്ഡലം സെക്രട്ടറി മൊയ്തീൻകുട്ടി പൂക്കാത്ത് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് സെക്രട്ടറി സക്കീർ കോഴിക്കര സ്വാഗതം പറഞ്ഞു. ഷംസുദ്ദീൻ നെല്ലിക്കാട്രി മുഖ്യപ്രഭാഷണം നടത്തി. CP അലി, ഷാഫി കോക്കാട്, P സൈനുദ്ദീൻ, TV സൈദലവി, VP സിദ്ദിഖ്, അഷ്റഫ് എന്നിവർ സംസാരിച്ചു. ഈ നായ്ക്കളെ കൂട്ടത്തോടെ തുറന്നു വിട്ടുകൊണ്ട് ഈ മേനകാ ഗാന്ധിയോട് പറയണം, ഈ കേരളത്തിലും ഇതര സംസ്ഥാനങ്ങളിലും ഈ നായശല്യം കാരണം ജനങ്ങളെ പൊറുതിമുട്ടുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനൊരു ശാശ്വത പരിഹാരം, നിങ്ങൾ ഇതിനെ വളരെ മാന്യമായ രീതിയിൽ പുനരധിവസിപ്പിക്കുക, അതിനെ വളർത്തുക. 6 മക്കളുണ്ടായിട്ടും അനാഥൻ. തുടയെല്ല് തകർന്ന 80-കാരൻ പരിചരിക്കാൻ ആളില്ലാതെ വേദന തിന്ന് ബുദ്ധിമുട്ടുന്നു.
പട്ടിത്തറ പഞ്ചായത്തിലെ കരിയംപറമ്പ് 4 സെന്റ് ഗ്രാമത്തിൽ തുറക്കപ്പറമ്പിൽ കുഞ്ഞിക്കോയെയാണ് വീഴ്ചയിലെ വേദനകളോട് മല്ലിട്ട് ജീവിതം തള്ളി നീക്കുന്നത്. സുമനസ്സുകളുടെ കാരുണ്യം തേടുകയാണ് ഈ 80-കാരൻ. മൂന്ന് ദിവസം മുമ്പ് തന്റെ വീടിനോട് ചേർന്ന് വീണ മരം വെട്ടിമാറ്റുന്നതിനിടെയാണ് കുഞ്ഞിക്കോയ തെന്നി വീണത്. തുടർന്ന് സമീപത്തെ ബന്ധുക്കൾ ചേർന്ന് ആലൂരിലെ സ്വകാര്യ ക്ലിനിക്കിൽ എത്തിച്ചു. അവിടെ നടന്ന പരിശോധനയിലാണ് തുടയെല്ല് പൊട്ടിയതായി കണ്ടെത്തിയത്. ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഡോക്ടർ നിർദ്ദേശിച്ചു. എന്നാൽ ആശുപത്രിയിൽ പരിചരിക്കാൻ ആളില്ലാത്തതിനാൽ കുഞ്ഞിക്കോയയെ സ്വകാര്യ ക്ലിനിക്കിൽ നിന്നും തിരികെ വീട്ടിലേക്ക് തന്നെ മാറ്റി. നിലവിൽ വിണ്ടുകീറിയ മൺചുമരുകളും ഏതു നിമിഷവും തകർന്നു വീഴാറായ മേൽക്കൂരയുമുള്ള വീട്ടിലെ ഇരുട്ടുമുറിയിൽ ഓരോ നിമിഷവും വേദനയോട് മല്ലിട്ട് ജീവിതം തള്ളി നീക്കുകയാണ് ഇയാൾ. നല്ല വേദന ഉണ്ടോ? മൂന്ന് ആൺമക്കളും 3 പെൺമക്കളും ഉണ്ടായിട്ടും തിരിഞ്ഞു നോക്കാൻ ആളില്ലാത്തതാണ് കുഞ്ഞിക്കോയയുടെ ദുർവിധി. പ്രാഥമിക കൃത്യങ്ങൾ പോലും നിർവഹിക്കാൻ പരസഹായം വേണമെന്നിരിക്കെ സമീപവാസികളുടെയും മറ്റും കരുണയിലാണ് കഴിക്കാൻ ഭക്ഷണം നൽകി വരുന്നത്. ആൾക്കാരൊന്നുമില്ല, ബന്ധുക്കളൊന്നും ഇല്ല. മക്കളൊക്കെ ഉണ്ട്, 8 മക്കളൊക്കെ ഉണ്ട്. അവരൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഇവിടെ കിടപ്പ് തന്നെയാണ്. അതിൻ്റെ ബന്ധുക്കളൊക്കെ വന്നിട്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതൊരു ഇടിഞ്ഞു പൊളിഞ്ഞ വീഴാറായിട്ടുള്ളൊരു വീടാണ്. എപ്പോഴത് വീഴാന്നറിയില്ല. അതിൻ്റെ ഉള്ളിലാണ് മൂപ്പര് കിടപ്പ്. ഓരോ മണിക്കൂറുകൾ വൈകുമ്പോഴും പൊട്ടിയ തുടയെല്ലിനായുള്ള ചികിത്സാ സാധ്യതകളും കുറഞ്ഞുവരികയാണ്. പട്ടിത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബാലൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബാവ മാളിയേക്കൽ എന്നിവർ വീട്ടിലെത്തി കുഞ്ഞിക്കോയയെ സന്ദർശിച്ചു. ആവശ്യമായ സഹായങ്ങൾ ചെയ്യാൻ ഇവർ തയ്യാറാണെങ്കിലും ആശുപത്രിയിൽ കൂട്ടിരിക്കാൻ ആളില്ലാത്തതാണ് തുടർ ചികിത്സയെ പ്രതിസന്ധിയിലാക്കുന്നത്. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തകർന്നു വീഴാറായ വീടിന് മുകളിൽ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചു നൽകുകയും ചെയ്തിട്ടുണ്ട്. 6 മക്കളുണ്ടായിട്ടും അനാഥ ജീവിതം നയിക്കുന്ന കുഞ്ഞിക്കയെ സഹായിക്കാൻ സുമനസ്സുള്ളവർ എത്തുമെന്ന പ്രതീക്ഷ മാത്രമാണിനി ബാക്കി. മക്കൾക്ക് വിളിച്ചു നോക്കി, അപ്പോൾ മക്കൾ പറഞ്ഞ് ഞങ്ങൾക്ക് നോക്കാൻ പറ്റില്ല, വേറെ ആളെ വിളിച്ചോളി എന്നാണ് മക്കൾ പറഞ്ഞത്. അപ്പോൾ എന്താ വെച്ചാൽ ഇതിന് ചെയ്തേ പറ്റുള്ളൂ. ഇതെന്തായാലും പൊളിഞ്ഞു വീഴാറായിരിക്കണം വീട്. അടുത്തുള്ള വീട്ടിൽ നിന്നാണ് ഞമ്മളിനൊക്കെ ഭക്ഷണം കൊടുക്കുന്നത്. പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിൽ പൊതു ശുചീകരണ യജ്ഞത്തിന് തുടക്കമായി. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി യജ്ഞം ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിലാണ് പൊതു ശുചീകരണ യജ്ഞ പരിപാടിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. കീഴായൂരിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി യജ്ഞത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു നഗരസഭയായി മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, ODF+ ലഭിച്ചു. 3 സ്റ്റാർ റേറ്റിംഗിൽ നമ്മൾ ആ റാങ്കിൽ കൂടി കടന്നിരിക്കുകയാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് നമ്മുടെ ശുചീകരണ തൊഴിലാളികളും ഹരിതകർമ്മസേനാംഗങ്ങളും അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ആദ്യമായി അഭിനന്ദനങ്ങൾ നേരുകയാണ്. നിങ്ങളില്ലെങ്കിൽ ഇത്തരത്തിലുള്ള നേട്ടം കൈവരിക്കാൻ നമുക്ക് പട്ടാമ്പി നഗരസഭയ്ക്ക് സാധ്യമായിരുന്നില്ല. അതേപോലെ തന്നെ സർക്കാരിൻ്റെ പുതിയ ഉത്തരവ് പ്രകാരം എല്ലാ 3ാമത്തെ ശനിയാഴ്ചയും ഒരു മാസ് ക്ലീനിങ്ങിലൂടെ എവിടെയെങ്കിലും മാലിന്യം കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് വൃത്തിയാക്കിക്കൊണ്ട് കേരളം മൊത്തം നമ്മുടെ നാടും നഗരവും ഒട്ടൊക്കെ ശുചീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിലാണുള്ളത്. നമുക്കറിയാം, നിരവധിയായ പ്രവർത്തനങ്ങളിലൂടെയാണ് നമുക്ക് ഈ നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഇനിയും അങ്ങോട്ട് നമ്മുടെ ഏതെങ്കിലും പ്രദേശത്ത് ഇത്തരത്തിലുള്ള മാലിന്യം കൂടിക്കിടക്കുന്നുണ്ട് എങ്കിൽ അവിടെയെല്ലാം തന്നെ വൃത്തിയാക്കുന്നതിന് നമ്മളെല്ലാവരും സഹകരിച്ചുകൊണ്ട്. വൈസ് ചെയർമാൻ ടി.പി. ഷാജി അധ്യക്ഷനായിരുന്നു. നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ പി.വി. സുബ്രഹ്മണ്യൻ, മറ്റു ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ, ജീവനക്കാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിതകർമ്മസേന അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണ യജ്ഞം. കീഴായൂർ UP സ്കൂളിലെ അധ്യാപകരും പരിപാടിയിൽ പങ്കാളികളായി.
മേഴത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് മേഴത്തൂർ വൈദ്യമഠത്തിന്റെ സഹകരണത്തോടെ മേഴത്തൂർ അങ്ങാടിയിൽ പൊതുജനങ്ങൾക്കായി ഔഷധക്കഞ്ഞി വിതരണം ചെയ്തു. സ്കൂളിൽ വെച്ച് കുട്ടികളുടെ നേതൃത്വത്തിലാണ് ഔഷധക്കഞ്ഞി ഉണ്ടാക്കിയത്. തൃത്താല ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PK കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. രോഗം വരാത്ത ഭക്ഷണശീലങ്ങളെക്കുറിച്ച് ഡോക്ടർ വിശദീകരിച്ചു. പ്രിൻസിപ്പാൾ PB ഷെൽജ അധ്യക്ഷത വഹിച്ചു. NSS തൃത്താല ക്ലസ്റ്റർ PC നവീൻ, ഹെഡ്മാസ്റ്റർ E ഉണ്ണികൃഷ്ണൻ, NSS പ്രോഗ്രാം ഓഫീസർ ബിജു കോട്ടിരി, സ്റ്റാഫ് സെക്രട്ടറി K ജിജി തുടങ്ങിയവർ സംസാരിച്ചു. അധ്യാപകരായ VV ഫസലുദ്ദീൻ, കുത്തബ്ദീൻ, MT ജയകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കീഴ്ത്തളി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ കർക്കടക മാസാചരണത്തോടനുബന്ധിച്ച് മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും നടന്നു. മേൽശാന്തി മുരളീകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് പൂജകൾ നടന്നത്. ക്ഷേത്രത്തിലെത്തിയ ഭക്തജനങ്ങൾക്ക് പ്രഭാത ഭക്ഷണവും ഒരുക്കിയിരുന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. ഇതോടെ നിളയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.